പ്രശ്നങ്ങളും അതിൽ ദേശീയ പ്രശ്നങ്ങൾ വരെ വരുന്ന വിധത്തിലും ആയിരുന്നു. അത് സ്വാഭാവികമാണ്. ഏത് തെരഞ്ഞെടുപ്പിൻ്റെയും ചോദ്യവും ഉത്തരവും രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പൊതുപ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാകുന്നത്. എങ്കിൽ പോലും സൂക്ഷ്മതല യാഥാർത്ഥ്യങ്ങൾ, കീഴ്ത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ അത്ര തന്നെ പ്രസക്തമാണ്. കേരളം നേരത്തെ പറഞ്ഞതുപോലെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റന്നാൾ രണ്ടാം ഘട്ട പോളിംഗിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 ജില്ലകളിലാണ് പോളിംഗ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 7 ജില്ലകളിലാണ് നേരത്തെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ്. നമുക്കറിയാം, മധ്യ കേരളത്തിൻ്റെ കൂടെ മലപ്പുറവും പാലക്കാടും ചേർന്നിരിക്കുന്നു. തെക്ക് പത്തനംതിട്ട വരെ നീണ്ടുകിടക്കുന്ന ആ ഭൂഭാഗം അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണ്? ആനത്തലവട്ടം ആനന്ദൻ, ആ പ്രദേശത്തിൻ്റെ പൊതുവെ അവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയ നിലപാടുകളോടൊക്കെ സംഭവങ്ങളോടൊക്കെ പ്രതിഷേധമുള്ള ഒരു ജനതയാണ് അവിടെ ഭൂരിപക്ഷം. എന്താണ് അവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ? കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചതിനേക്കാളേറെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഈ തവണ ലഭിക്കും. പത്തനംതിട്ടയാണ് ഈ മധ്യ തിരുവിതാംകൂറിൽ ഒരു വലിയ മാറ്റം വരുത്തുന്ന ഒരു എല്ലാ ജില്ലകളിലും. എറണാകുളം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. മലപ്പുറമുണ്ട്. അല്ല, പത്തനംതിട്ട ജില്ലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പത്തനംതിട്ട ജില്ല, പത്തനംതിട്ട എറണാകുളം വേറെ വ്യത്യസ്തമാണ്. പത്തനംതിട്ട ജില്ലയിൽ തവണ നല്ല റിസൾട്ടാണ് വരാൻ പോകുന്നത്. ആന്റണി രാജു, കഴിഞ്ഞ തവണ UDF വലിയ ഒരു നേട്ടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയ ഒരു ഭൂഭാഗം കൂടിയാണിത്. പൊതുവെ പറയുക അല്ല, സെക്കൻഡ് ഫേസിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ജില്ലകൾ സ്വാഭാവികമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിൻ്റെ തനി ആവർത്തനം നടക്കാനുള്ള എല്ലാ സാധ്യതയുള്ള ജില്ലയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ അർപ്പിക്കാവുന്ന 2010 തനിയാവർത്തനമേ ഉള്ളൂ. കൂടുതൽ രാഷ്ട്രീയ കക്ഷികൾ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ വിപുലമായിട്ടുണ്ട്. അതിൽ ചിലരുടെ സ്വന്തം തട്ടകം ഇവിടെയൊക്കെ തന്നെയാണ്. 2010 എന്ന് പറയുന്നത് ഏതാണ്ട് 70%, 65-70% വരെ ഐക്യജനാധിപത്യ മുന്നണി അത് ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. തനിയാവർത്തനം തിളങ്ങുന്ന വിജയം നേടുമെന്നാണ് അതിന്റെ അർത്ഥം. പത്മകുമാർ, ഈ പ്രദേശത്തെ BJPയുടെ പ്രതീക്ഷകൾ? പത്തനംതിട്ട ജില്ലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഭരിക്കുന്ന പത്തനംതിട്ട ജില്ല മാത്രമല്ല, നമ്മൾ മൊത്തം 7 ജില്ലയിലെ ആ ഭൂഭാഗമാണ് ചോദിക്കുന്നത്. പത്തനംതിട്ട അദ്ദേഹം എടുത്തു പറഞ്ഞു. ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ നിരവധി ഇതിനകത്ത് വരും. പാലക്കാട് മുനിസിപ്പാലിറ്റി എല്ലാ ജില്ലയിലും ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഉണ്ടാകാൻ പറ്റുന്ന ഇതാണ്. SNDPയുമായിട്ടുള്ള ഫലം ചെയ്യുമെങ്കിൽ ഫലം ചെയ്യേണ്ടത് ഈ മേഖലയിലാണ്. ഇല്ല, മറ്റേതുണ്ടല്ലോ, തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്. എങ്കിലും ആലപ്പുഴയ്ക്ക് നല്ല പുരോഗതി നമുക്കുണ്ടാകും. വളരെ കാര്യമായിട്ട്. അതുപോലെ കോട്ടയം, എറണാകുളം, നമ്മുടെ തൃശ്ശൂർ, മലപ്പുറത്തുണ്ട്. ഇല്ലെന്ന് പറയണ്ട, കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ അതൊരു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. തിരിച്ചു വരാം. മൂന്ന് ചേരികളും ഞാൻ പറഞ്ഞത്, 3 ചേരികളും ആവേശത്തോടു കൂടിയാണ് ഈ പ്രദേശത്തെ കാണുന്നത്. വലിയ നേട്ടമുണ്ടാക്കുമെന്ന് 3 പേരും ഒരേപോലെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വാശിയുള്ളതായിരിക്കും എന്നറിയാം. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ അജിത്ത്. അല്ല, ഈ പറഞ്ഞ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലെ 7 ജില്ലകളിൽ അവിടെ 5 ജില്ലകളിലും UDFന് വ്യക്തമായ മേൽക്കൈ ഇപ്പോൾ ഉണ്ട്. ഒരുപക്ഷെ ആലപ്പുഴയും പാലക്കാടും മാറ്റി നിർത്തിയാൽ അവിടെ കുറച്ച് നല്ല ഇടതുപക്ഷ സ്വാധീനമുള്ള ജില്ലകളാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ പത്തനംതിട്ടയിലും പിന്നെ എറണാകുളത്തും തൃശ്ശൂരെയും കോർപ്പറേഷനുകൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, UDF ആണ് ഭരിക്കുന്നത്. പിന്നെ പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. പിന്നെ മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ. മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ അവിടെ SNDPയും BJPയും ഉണ്ടെന്നാണ് ശ്രീ പത്മകുമാർ അവകാശപ്പെടുന്നത്. അതുപോട്ടെ, ആ ബന്ധം അവിടെ അതിനെക്കുറിച്ച് ചർച്ചയാണ്. പക്ഷേ ഈ പറഞ്ഞ 7-ൽ 5 UDFന് വ്യക്തമായ മേൽക്കൈ ഇപ്പോൾ ഉണ്ട്. കൃത്യമായ ഒരു അനാലിസിസോട് കൂടിയാണ് അത് പറഞ്ഞത്. 7-ൽ 5 UDFന് മേൽക്കൈ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഭൂരിപക്ഷം നഗരസഭകളിലും പഞ്ചായത്തുകളിലും എല്ലാം ഇടതും വലതും കൂടെ ഒന്നിച്ച് ഭരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണേണ്ടി വരും. എന്ന് വെച്ചാൽ BJP നിർണായക ശക്തിയായിട്ട് മാറുമ്പോൾ യോജിക്കേണ്ടി വരും. ഒരു കാര്യം കൂടെ, വിട്ടുപോയതാണ്. ഈ പത്തനംതിട്ടയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മെഴുകുതിരിയിലും സ്റ്റാറിലും ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന അവിടെ. താങ്കൾക്ക് നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൂട്ടിച്ചേർക്കും ജോൺ. പൊതുവെ നോക്കുമ്പോൾ UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടാവുന്ന ജില്ലകളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ UDFനകത്ത്
അല്ലെ മുന്നണിയെ തന്നെ ബാധിക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജില്ലകളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഉദാഹരണമായി കോൺഗ്രസിലെ ഏറ്റവും വലിയ തർക്കം നടക്കുന്ന ജില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കം ഏറ്റവും ശക്തമായ ജില്ലയാണ് തൃശ്ശൂർ. ആ ജില്ലയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മറ്റൊന്ന് മലപ്പുറം. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നടക്കുന്ന നേരിട്ട് ഫൈറ്റ് നടക്കുന്ന വാർഡുകളും ഡിവിഷനുകളും ഉൾപ്പെടുന്ന ജില്ലയാണ് മലപ്പുറം. ഇത് എത്രത്തോളം UDFനെ പുറകോട്ടടിക്കും എന്നും ഈ ഘട്ടത്തിൽ തന്നെ ആലോചിക്കപ്പെടണം. മറ്റൊരു കാര്യം, നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ SNDPയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു ജില്ല എന്ന നിലയിൽ BJP SNDP പാക്കേജ് എത്രത്തോളം അപ്ലൈ ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കപ്പെടേണ്ട ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്നും എന്ത് റിസൾട്ടാണ് BJPക്ക് അനുകൂലമായി കാണുന്നത്? അതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും. മറ്റു ജില്ലകളെ പോലെയല്ല ആലപ്പുഴയുടെ. അജിത്ത് എന്താണ് അതിന്റെ ഇടയിൽ കൂട്ടിച്ചേർക്കുന്നത്? ഈ പറഞ്ഞ സൗഹൃദ മത്സരം എന്ന ഒരു അഭംഗിയുള്ള പ്രയോഗമാണത്. സൗഹൃദം, അങ്ങനെ ഒരു മത്സരം ഉണ്ടോ? അവിടെ ലീഗും കോൺഗ്രസും ഒക്കെ തമ്മിൽ സൗഹൃദ മത്സരം, അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ ഇടുക്കിയിലെ ശ്രീ ആന്റണി രാജുവിൻ്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സൗഹൃദ മത്സരം എന്ന് പറയുന്നതിനകത്തൊക്കെ അതൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇവർ രണ്ടുപേരെ പിന്നെ സൗഹൃദ മത്സരം എന്ന് ഞാൻ പറയുന്നത് ഒരേ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ 2010-ലും ഈ മലപ്പുറത്തും ഈ കോട്ടയത്തും ഒക്കെ ഇതിനേക്കാൾ സൗഹൃദ മത്സരം നടന്നു. കോട്ടയത്ത് കഴിഞ്ഞ തവണത്തെക്കാൾ UDFനകത്ത് സൗഹൃദ മത്സരം വളരെ സൗഹൃദ മത്സരം ഉണ്ടായാലാണ് നേട്ടം ഉണ്ടാവുക എന്നുള്ളത്. മലപ്പുറത്തൊക്കെയാണ് ഈ സൗഹൃദ മത്സരത്തിൽ നിന്ന് UDFനൊന്നും നഷ്ടപ്പെടാനില്ല. ഒന്നീ കോൺഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ ലീഗ് ആയിരിക്കും. UDFന് ഇവിടെ നഷ്ടം. ആലപ്പുഴയിൽ പ്രതിപക്ഷ നേതാവിന്റെ വീടിരിക്കുന്ന വാർഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് മെമ്പർ. പുന്നപ്പറയിൽ വടക്ക്. വളരെ നല്ല കാര്യം. നമുക്ക് അതുകൊണ്ടാണ് വീട് മാറിയത്. ഇതിലെ ജില്ലകളിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ഈ 7 ജില്ലകളും ഒരു പക്ഷേ ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയില്ല. 2 കോർപ്പറേഷനുകൾ ഉള്ള ജില്ലകളിലേക്കാണ് നമുക്ക് പോകാവുന്നത്. തൃശ്ശൂരും ഒപ്പം തന്നെ എറണാകുളവും. ആദ്യം തൃശ്ശൂർ ജില്ലയിലെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം 2010 കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചിത്രം ഇങ്ങനെയാണ്. കോർപ്പറേഷൻ UDF മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നേടിയിരിക്കുകയാണ്. 46 സീറ്റ് കൈവരിച്ചുകൊണ്ടാണ് 55 സീറ്റുള്ള കോർപ്പറേഷനിൽ UDF കഴിഞ്ഞ തവണ മിന്നുന്ന വിജയം എന്ന് തന്നെ പറയണം. അത്തരത്തിലാണ് കുറിച്ചത്. അവിടെയുള്ള നഗരസഭകൾ 6 നഗരസഭകളിൽ 3 LDFും 3 UDFും പങ്കിട്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ഒഴിച്ചുള്ള നഗരപരിധിയിൽ ഏതാണ്ട് ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നർത്ഥം. ജില്ലാ പഞ്ചായത്ത് 29 ഡിവിഷനുള്ള ജില്ലാ പഞ്ചായത്തിൽ 17 ഡിവിഷൻ നേടിക്കൊണ്ട് UDF ആണ് ആധിപത്യം ഉറപ്പിച്ചത്. LDF 12 സീറ്റാണ് കഴിഞ്ഞ തവണ കൈവരിച്ചത്. 12 ഡിവിഷനാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. 7 LDFനും 9 UDFനുമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFനാണ് മേൽക്കൈ എന്ന് ചുരുക്കം. ഗ്രാമപഞ്ചായത്തുകൾ 88 തൃശ്ശൂരുള്ളത്. 54 നേടിക്കൊണ്ട് UDFനാണ് അവിടെയും ഭദ്രമായ ഒരു മേൽക്കൈ ഉള്ളത്. 34 ഗ്രാമപഞ്ചായത്തുകളിലാണ് LDFന് ആധിപത്യം ഉള്ളത്. ഇതാണ് തൃശ്ശൂരിൻ്റെ കഴിഞ്ഞ തവണത്തെ ചിത്രം, രാഷ്ട്രീയ ചിത്രം. ഇതിൽ എന്ത് മാറ്റമാണ് അവിടെ വരാൻ പോവുക എന്നതാണ്. തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് അനന്തൻ. തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ. കോർപ്പറേഷൻ സ്ഥിരമായി UDF ഭരിക്കുന്നതല്ല. അതിന് മുമ്പ് LDF ഭരിച്ചിട്ടുണ്ട്. മാറി ഭരിച്ച ചരിത്രമുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ കോൺഗ്രസിനകത്ത് നല്ല പോരാണ്. ചെയർമാൻ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ മത്സരിക്കുന്നുണ്ട്. ആ സാഹചര്യം കൊണ്ട് പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ രാഷ്ട്രീയ ജയിക്കുമെന്നാണോ? കോർപ്പറേഷൻ ഇത്തവണ LDF ജയിക്കാനാണ് സാധ്യത. ആന്റണി രാജു, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കോൺഗ്രസിനകത്ത് ചില ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നെങ്കിലും അവസാന റൗണ്ടിൽ അതെല്ലാം പരിഹരിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണമെന്ന ഒരു വാശിയോടുകൂടി തന്നെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോർപ്പറേഷൻ തൃശ്ശൂർ തീർച്ചയായിട്ടും നഗരസഭ നിശ്ചയമായിട്ടും തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇങ്ങനെ നിർണായക ശക്തിയാവും. ആര് ഭരിക്കുമെന്ന് തങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഇരുവരും കൈകോർക്കേണ്ടി വരുമെന്നൊരു സ്ഥിതി ഉണ്ടാവുമോ? അങ്ങനെ പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മെമ്പർഷിപ്പ് ഉള്ളത് സംഘടനാ പ്രവർത്തനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അതുകൊണ്ട് ഞങ്ങൾ നിർണായക ശക്തിയാവും. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇത് മൂന്നും കൂടി എങ്ങനെ ഒരുമിച്ച് സംഭവിക്കും? തൃശ്ശൂരിനെ സംബന്ധിച്ചോളം തൃശ്ശൂരിൽ കോൺഗ്രസിനകത്ത് വളരെ തർക്കങ്ങൾ വളരെ രൂക്ഷമാണ്. ഞാൻ അവിടുത്തെ ഇൻഫർമേഷൻസ് എടുക്കുമ്പോൾ
അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലോ വളരെ സ്വാധീനിക്കപ്പെട്ടേക്കാം. പക്ഷേ കോർപ്പറേഷൻ കോൺഗ്രസിന് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. CN ബാലകൃഷ്ണന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കുന്ന സംബന്ധിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മേയർ സ്ഥാനാർത്ഥി അല്ല അവരത് പറയാറില്ല, ഞങ്ങളെ ഇന്ന ആളാണ് മേയർ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ അവരെ സ്ഥാനാർത്ഥിയാക്കുന്ന സംബന്ധിച്ചായിരുന്നു തർക്കം. അവർ ജയിച്ചു വരികയാണെങ്കിൽ അവർ ഭരണം കിട്ടുവാണെങ്കിൽ അവരെ ആയിരിക്കും സ്ഥാനാർത്ഥിയാക്കുക. ഒരുപക്ഷെ അറിയുന്ന വിവരം അനുസരിച്ച് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ നിലയിൽ UDF ഒരു മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. പക്ഷേ ആ സ്ഥിതി പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കാര്യത്തിൽ വരുമ്പോൾ, അല്ലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കാര്യത്തിൽ വരുമ്പോൾ എത്രത്തോളം നിലനിർത്താൻ UDF കഴിയും എന്നുള്ളതായിരിക്കും തർക്കം. കൊല്ലത്തുളസി, തൃശ്ശൂർ നിന്ന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? BJP വൃത്തങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? LDF കൂടുതൽ സീറ്റ് എന്തായാലും BJP പിടിക്കും. കോർപ്പറേഷനിലാണോ? കോർപ്പറേഷൻ LDF കൂടുതൽ. ആന്റണി രാജു, സ്വപ്നം കാണാൻ അല്ല, സ്വപ്നം കാണാമല്ലോ, നിങ്ങളൊക്കെ പല സ്വപ്നം കാണാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് കാണാമല്ലോ. അജിത്ത്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ തൃശ്ശൂരിനെ കുറിച്ച്? പിന്നെ ശ്രീ ജോൺ പറഞ്ഞ പോലെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് പതിവിൽ കവിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ പ്രത്യേകിച്ചുണ്ട്. ഉണ്ടായിരുന്നു. അത് പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രീ CN ബാലകൃഷ്ണനും പിന്നെ അദ്ദേഹം ഇപ്പൊ എല്ലാ ഗ്രൂപ്പിന്റെ പേരിൽ വീതിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ നിൽക്കേ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ KPC പ്രസിഡന്റ് സ്വന്തം ജില്ലയാണ്. അദ്ദേഹമൊക്കെ മുൻകൈ എടുത്ത് ആ പ്രശ്നങ്ങൾ ഒരു അങ്ങേയറ്റം പരമാവധി പരിഹരിച്ചു. എന്തായാലും തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പൊതുവെയും കോർപ്പറേഷനെ കുറിച്ച് പ്രത്യേകിച്ചും എല്ലാവരും തന്നെ ശുഭപ്രതീക്ഷയിലാണ്. നമുക്കിപ്പോ അവിടെ നിന്ന് ഒരു നിഷ്പക്ഷ നിരീക്ഷകന്റെ ഒരു അഭിപ്രായത്തിലേക്ക് പോകാം. അത് എത്തുന്നതിന് മുമ്പ് മറ്റു ചില പശ്ചാത്തല വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ നിന്നുള്ള പശ്ചാത്തല വിവരങ്ങൾ PCR. തൃശ്ശൂർ ജില്ലയുടെ ആകെ ഒരു സ്ഥിതി 2010 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ്. അവിടെയുള്ള സ്ഥാനങ്ങളിൽ അത് ത്രിതല പഞ്ചായത്തുകളായാലും ഏത് തരത്തിലുള്ള സ്ഥലങ്ങളിലായാലും കിട്ടിയ പ്രാതിനിധ്യം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ ജയിപ്പിച്ചത് UDF തന്നെയാണ്. 1013 ജനപ്രതിനിധികൾ അവർക്ക് എല്ലാ തലങ്ങളിലും ആയി ഉണ്ടായി. മുന്നണി നില പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. LDF ആണ് ഇത്. CPIക്ക് 143 ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. CPIM-ന് 681, LDF സ്വതന്ത്രർ 19, NCP 4, ജനതാദൾ 2, കോൺഗ്രസ് S 1. ഇതാണ് കഴിഞ്ഞ തവണ LDF-ന്റെ സ്ഥിതി. CPIക്ക് താരതമ്യേന മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പ്രാതിനിധ്യവും ശക്തിയും ഉള്ളൊരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. UDF-ന്റെ കക്ഷിനില ഇങ്ങനെയാണ്. കോൺഗ്രസ് വലിയ ഒരു ആധിപത്യം കോൺഗ്രസിന് ഉണ്ട്. നേരത്തെ കണ്ട ആ സീറ്റുകളിൽ 1000 ചില്ലാനം സീറ്റുകളിൽ 915 കോൺഗ്രസ് സ്വന്തം കീശയിലാണ് കോൺഗ്രസിൻ്റെ. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണിക്ക് ആന്റണി രാജു 16 സീറ്റുകൾ അവിടെയുണ്ട്. മുസ്ലിം ലീഗിന് 55 ജനപ്രതിനിധികളുണ്ട്. SJDക്ക് 5, CMPക്ക് 7. CMPക്ക് ചില ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. UDF സ്വതന്ത്രരായി 15 പേരും ഉണ്ട്. ഇങ്ങനെയാണ് ആ ജില്ലയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും UDF-ന് വ്യക്തമായ ഒരു ആധിപത്യം ഉള്ള നിലയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പലതരം പ്രശ്നങ്ങൾ അവിടെ ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം മാധ്യമപ്രവർത്തകനായ ജോയ് M. മണ്ണൂർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് ചില ജില്ലകൾ പോലെ തന്നെ മേധാവിത്വം നേടിയത് UDF ആണ്. ഈ തെരഞ്ഞെടുപ്പിലും UDF പ്രതീക്ഷ വെച്ചിരുന്ന ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ. പക്ഷേ തുടക്കത്തിലെ കല്ലുകടി ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. വിമത ഭീഷണിയും 2 സിറ്റിംഗ് കൗൺസിലർമാരും അടക്കം 13 കോൺഗ്രസിൻ്റെ സജീവ നേതാക്കളാണ് വിമതരായി UDF പാനലിനെതിരെ മത്സരരംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏതാനും മുൻ കൗൺസിലർമാരുമുണ്ട്. ഇടതുപക്ഷത്തെ പറയത്തക്ക വിമത ഭീഷണി ഇല്ല എന്നുള്ളതൊരു ആശ്വാസകരമായ LDF കേന്ദ്രങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജില്ലയിലെ മൊത്തം തെരഞ്ഞെടുപ്പ് രംഗം പരിശോധിക്കുമ്പോൾ മറ്റെല്ലാ ജില്ലയിലും പോലെ തന്നെ വോട്ടർമാരിൽ ചിലരെങ്കിലും കൗതുകം ഉണർത്തിയൊരു കാര്യം BJPയും SNDPയും അടക്കമുള്ള ചില സംഘടനകളുമായി ഉണ്ടാക്കിയ പുതിയ ബാന്ധവമാണ്. ഇതിൻ്റെ നഷ്ടമാർക്കെന്നുള്ളൊരു ചിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ നേട്ടമാർക്ക് എന്നുള്ളൊരു ചിത്രം തെളിയാൻ പോകുന്നേ ഉള്ളൂ.
അതിനൊരു പ്രധാന കാരണം നഗരസഭയിൽ പലപ്പോഴും SNDP-യുമായി ബന്ധപ്പെട്ട പലരും UDF മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അവരുടെ നിലപാട് BJP-യിലേക്ക് മാറുമ്പോൾ അത് ഇടതുപക്ഷത്തെയാണോ UDF-നെയാണോ കോട്ടം ചെയ്യുക എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടത്. BJP-ക്ക് ഈ ജില്ലയിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില തീരദേശ മേഖലയെ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പുതുക്കാട് അടക്കമുള്ള ചില മേഖലകളിലും ആണ് അവരുടെ പ്രവർത്തനം. SNDP എത്രത്തോളം ഈ പുതിയ ബന്ധം ഈ മുന്നണിയുടെ കണക്കുകൂട്ടലുകളെ അങ്ങോട്ട് ബാധിക്കും എന്നുള്ളത് കാണാനിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ജില്ലയിൽ കാര്യമായൊരു ചലനം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ജോയ് എം മണ്ണൂർ മംഗളത്തിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് അദ്ദേഹം നൽകിയ ഒരു അനാലിസിസ് ആണ് കേട്ടത്. അനാലിസിസിനെ കുറിച്ച് എന്ത് പറയുന്നു ആന്റണി രാജു? അല്ല, അദ്ദേഹം തന്നെ അനാലിസിസിൽ തന്നെ UDF-ന് പൊതുവെ ഒരു മുൻതൂക്കം വരുന്ന രീതിയിലാണ് സംസാരിച്ചത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതിനകത്ത് നിന്ന് വ്യത്യസ്തമായി അല്പം റിബലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്പം 13 എന്നാണ് പറയുന്നത്. അല്ല, അതെ, അത് എണ്ണത്തിൽ 13 ഉണ്ടെങ്കിലും രണ്ടിടത്ത് മാത്രമേ ശക്തമായ റിബൽ ശല്യമുള്ളൂ. എങ്കിലും 13 അല്ലാതെ 13 റിബൽ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് സ്വതന്ത്രന്മാർ നിൽക്കും പോലെ ഉണ്ട്. പക്ഷെ റിബലുകളുടെ രണ്ട് റിബലുകളാണ് അതിനകത്തൊരു ശ്രദ്ധേയമാക്കുന്നത്. ബാക്കി റിബലുകൾ അവിടെ വലിയ അപ്രസക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചാലും ഐക്യ ജനാധിപത്യ അല്ലല്ല, രണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലല്ല, 2 റിബലുകളാണ് പ്രധാനമായിട്ട് പൊതുവെ വലിയ ശക്തിയായ റിബൽ ആയി മത്സരിക്കുന്നവർ. ബാക്കിയൊക്കെ റിബലുകളെന്ന് പേരിന് പറയാമെന്നുണ്ടെങ്കിലും റിബലുകളുടെ ഒരു വലിയൊരു അത്രത്തോലൊരു തള്ളിച്ച അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കംഫർട്ടബിൾ ലീഡ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്നൊരു അസസ്മെന്റ്. പൊതുവെ റിബൽ ഭീഷണി LDF-ന് ഇല്ലെങ്കിലും അവിടെ പൂത്തോൾ എന്ന് പറയുന്ന ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് പരിശോധിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള അസസ്മെൻറ്റിൽ കഴിഞ്ഞ 7 ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടന്നതിലും അതുപോലെ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണതിലും ആകെ വന്നത് ഈ ചേലൂരിൽ ഒരു വിമതൻ്റെ കാര്യമാണ് വന്നത്. നിങ്ങളുടെ മംഗളം ലേഖകൻ സൂചിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതിന് സ്വാധീനിക്കുന്നതാണ്. തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇത്തവണ ഉള്ള രാഷ്ട്രീയ സാഹചര്യം ഈ SNDP കൂട്ടുകെട്ടൊക്കെ അവിടെ എങ്ങനെയാണ് ബാധിക്കാന്ന് പറഞ്ഞല്ലോ. BJP-യുമായിട്ടുള്ള ബന്ധം കോൺഗ്രസ് നിന്നിരുന്നവർ പലരും കോൺഗ്രസുമായി ചേർന്ന്. അതെ, ആ കോൺഗ്രസിലെ ആൾക്കാർ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ബലം കണ്ടറിയണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. SNDP-കാരായി നിന്ന കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയാൽ കോൺഗ്രസിന് ദോഷം വരും, LDF-ന് ദോഷം വരില്ല. നമ്മുടെ നിരീക്ഷകൻ പറഞ്ഞപ്പോൾ BJP ഒരു വലിയ മുന്നോട്ട് വരവ് വരുമെന്നോ ഇരു മുന്നണികളും തമ്മിൽ കൂടി യോജിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുമെന്നോ ഉള്ള പ്രതീക്ഷകളൊന്നും വന്നില്ല ഇപ്പോഴും. പക്ഷേ ആ പ്രതീക്ഷ ഉണ്ട് താങ്കൾക്ക്? നിരീക്ഷകൻ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാവുക. ഞാൻ അതാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ, ഇതേ പറഞ്ഞ പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ അകത്ത് വളരെ സംഘടനാ ശക്തിയുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് വലിയ നേട്ടം. നമ്മളെപ്പോഴും SNDP മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഞങ്ങളോട് SNDP മാത്രമൊന്നുമല്ല, KPMS ഉണ്ട്, തീവ്രസഭയുണ്ട്, ബ്രാഹ്മണ സഭ, ക്ഷത്രിയ യോഗക്ഷേമ സഭയുണ്ട്. ഇവർ എല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃശ്ശൂരിൽ ഒരു നിർണായക ശക്തിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മാറും. ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ടാവും, അത് ഞാൻ ഉറപ്പിച്ചു പറയും. മണ്ണൂർ അവിടുത്തെ ഒരു സീനിയറായ ഒരു മാധ്യമപ്രവർത്തകനാണ്. വളരെ വർഷങ്ങളായി തൃശ്ശൂര് നല്ല പരിചയമുള്ള ഒരു റിപ്പോർട്ടറാണ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റാണ്. അദ്ദേഹത്തിന്റെ നിഗമനങ്ങളെ കുറിച്ച് എന്ത് പറയും? അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിലെ വിമത പട UDF-നെ എത്രത്തോളം ബാധിക്കുമെന്ന്, അതാണ് ദോഷകരമായി ബാധിക്കും എന്ന് അദ്ദേഹം കോർപ്പറേഷനിൽ പറയുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തനാണ്. അവിടെ വർക്ക് ചെയ്യുന്ന വളരെ സീനിയറായ മാധ്യമപ്രവർത്തകൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പക്ഷേ അതിനോട് പൂർണ്ണമായി എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല. കാര്യം പൊതുവേ ഒരു UDF അനുകൂല, ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞിരുന്ന സഭയുടെയൊക്കെ സ്വാധീനം ഉള്ള ഒരു മേഖലയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ലിമിറ്റ്. BJP-ക്കും പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്, BJP-ക്ക് ചില പോക്കറ്റുകളിൽ ചില സ്വാധീനങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള നല്ല കുറേ നേതാക്കളുള്ള ഏരിയയുമാണ്. LDF അവിടെ ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി പൊതുവേ നമ്മൾ കേൾക്കുന്നത് തൃശ്ശൂരിൽ UDF ഭരണം വീണ്ടും തിരിച്ചു വരും, തൃശ്ശൂർ കോർപ്പറേഷനിൽ UDF ഭരണം തിരിച്ചു വരും എന്നൊരു സൂചനയാണ് ലഭ്യമാകുന്നത്. പക്ഷേ അവർക്കിടയിൽ ആദ്യമുണ്ടായ അന്തഛിദ്രം
വോട്ടെടുപ്പിലേക്ക് അത് ബാധിക്കപ്പെടുമോ എന്നാണ് അറിയാനുള്ളത്. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അജിത്ത് പറഞ്ഞത്, അവിടെ ചില സമവായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിന്റെ അവരത് നടത്തിയിട്ടുണ്ട്, നേരത്തെ തന്നെ അവർ നടത്തിയിട്ടുണ്ട്. സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ ബന്ധപ്പെട്ട സമവായ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈവൻ ചാവക്കാട് മേഖലയിലുണ്ടായ കോൺഗ്രസ് പ്രവർത്തകന്റെ വധവുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നുണ്ടായിരിക്കുന്ന നടപടിയുണ്ട്. അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് തലേ ദിവസമാണ് തീരുമാനം വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. ഇത് എത്രത്തോളം കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കും എന്നുള്ളതും കൂടി നാളെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ സമയത്ത് ആലോചിക്കപ്പെടേണ്ട വിഷയമാണ്. അവിടെ പ്രധാന പ്രതിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അത് കോൺഗ്രസിൽ പുതിയ അന്തഛിദ്രം ഉണ്ടാക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രൂപ്പ് വഴക്ക് മറ്റുള്ളിടത്ത് പോലെ അല്ല, അത് വളരെ രൂക്ഷമായ ഗ്രൂപ്പ് വഴക്കാണ്. തെരുവിൽ ഏറ്റുമുട്ടുന്നിടത്ത് കൊലപാതകങ്ങളുടെ പുറകിൽ പോലും ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വിധം തീക്ഷ്ണമായ കുടിപ്പക പോലുള്ള ഗ്രൂപ്പ് വഴക്കാണ്. അതിങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമവായ പ്രവർത്തനം കൊണ്ട് തീരുമോ അജിത്ത്? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ചാവക്കാട്ടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആളിനെ ഒഴിവാക്കപ്പെട്ട ആളിനെതിരെ പാർട്ടി നടപടി എടുത്തിരുന്നു. ഇന്ന് കുറ്റപത്രം വന്നു, ഒഴിവാക്കി, കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ നേരത്തെ അതിന്റെ പ്രതിസ്ഥാനത്തായപ്പോൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരുന്നു പാർട്ടി. വളരെ ശക്തമായ നടപടി പാർട്ടി ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുക, അത് എനിക്കൊന്ന് പുറത്താക്കവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ട് ഗ്രൂപ്പുകളും അവരവരുടെ നിലപാടിൽ നിൽക്കുകയും അതിന്റെ ശത്രുത തുടരുകയുമാണ്. അവിടുത്തെ വിഷയം അതല്ല. ഒരു വിഭാഗം ഇന്നയാളാണ് കൊലപാതകി, അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു, ഇത്രയും നാൾ ആവശ്യപ്പെട്ടു. KPCC പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്നും അല്ലെ കുറ്റപത്രത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ മറുപക്ഷ സ്വീകാര്യമായിരിക്കും. അല്ല, അതിപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനമല്ലല്ലോ. അത് അന്വേഷണ സംഘം കോടതി ആ വിഷയത്തോട് പാർട്ടിയിലെ ഒരു വിഭാഗം എങ്ങനെ പ്രതികരിക്കും? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം, തൃശ്ശൂരിൽ മറ്റു ജില്ലകളിലെ പോലുള്ള വിഷയമല്ല, വളരെ നാളുകളായി നിൽക്കുന്ന പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ പോരടിച്ച് നിൽക്കുന്ന ഒരു ജില്ല, വിഷയത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇതിപ്പോ ഈ ഗോപൻ പ്രസ്ഥാനത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടത് പാർട്ടി എടുത്ത തീരുമാനം ഒന്നും അല്ല. ചാർജ് ഷീറ്റിൽ അവരുടെ പേര് അങ്ങനെ വിശദീകരിക്കും. അങ്ങനെ അല്ല, അതാണല്ലോ. അപ്പൊ അതിനകത്ത് രണ്ട് കൂട്ടർക്കും മനസ്സമാനം ഉണ്ടാകാൻ വേണ്ടത്. അതായത് അതിനകത്ത് ഇയാൾ ഒരു കൊലപാതക കേസ് പ്രതിയായിരുന്ന ആൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു സമവായം തന്നെ. അത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് സ്വീകാര്യമായിരിക്കാം. മറുപക്ഷം വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ മറുപക്ഷം അത് എങ്ങനെ സ്വീകരിക്കും? അതാണ് അവിടാണ് വിഷയം. ആ അസസ്മെന്റ് കറക്റ്റ് ആണ്. മറ്റേ മറുഭാഗം അതെങ്ങനെ എടുക്കും ഉണ്ട് എന്നതിൽ വിഭാഗങ്ങൾ യോജിക്കുന്നു. എന്തായാലും തൃശ്ശൂരിനെ കുറിച്ച് ഇപ്പോൾ പറയാവുന്നത് ഇതാണ്. കഴിഞ്ഞ തവണ UDFന് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മേൽക്കൈ ഉണ്ടായിരുന്ന ജില്ലയാണ്. എല്ലാവരും കോർപ്പറേഷനുകളുടെ മത്സരം ശ്രദ്ധിക്കുന്നതുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ മത്സരം ശ്രദ്ധിക്കുന്നതുമാണ്. അവിടെ പതിവിൽ കവിഞ്ഞ റിബൽ സാന്നിധ്യം UDFന് ഉള്ളതുകൊണ്ട് ആ മത്സരം നിർണായകമാണ്. പുതിയ ചില പ്രശ്നങ്ങൾ, ഗ്രൂപ്പ് വഴക്ക്, വളരെ രൂക്ഷമായ ഗ്രൂപ്പ് വഴക്കുള്ള ആ ജില്ലയിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായി തൃശ്ശൂരിലെ മത്സരം മാറും എന്ന ഒരു നിഗമനത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ചയുടെ അന്ത്യത്തിൽ നമുക്ക് എത്താവുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് എറണാകുളം ജില്ലയിലേക്കാണ്.